ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കി എന്ന്. So the word says like this, because God is with him, and that is where he got the power. He was doing all goodness on this earth, and he was casting all the demons out. ശ്രദ്ധിക്കണമേ, യേശു ദൈവത്തിന്റെ ഹല്ലേലൂയ പുത്രനാ എന്ന് നമുക്ക് വസ്തുത വ്യക്തമാണ്. We know that Jesus was the son of Father God. എന്നാൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ But when he came down to this earth, അവന് ഹല്ലേലൂയ പിതാവുമായിട്ടുള്ള കണക്ഷൻ ഇല്ലാതെ യാതൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലായിരുന്നു. he was able to do anything without the connection with the Father. അങ്ങനെയെങ്കിൽ ജഡികമായ ശരീരത്തിൽ ജനിച്ചവരായ നമുക്ക്, so all of us have actually born on this earth in this body. മനുഷ്യന്റെ പാപ ചിന്തകളിൽ ജനിച്ചവരായ നമ്മുടെ ജീവിതത്തിൽ all of us are born in this earth with a sinful mind and thoughts. എത്രയധികം how much more we should എത്രയധികം ആ കണക്ഷനിലേക്ക് നമ്മൾ കടന്നേ മതിയാകത്തുള്ളൂ. how much more we should be connected to the Father to receive that anointing. ഇവിടെ വീണ്ടും എടുത്ത് ഞാൻ ഒരിക്കലൂടി പറയട്ടെ. again I will remind you here. യേശു ഹല്ലേലൂയ പിശാച് ബാധിച്ചവരെ എല്ലാം ഹല്ലേലൂയ ഒക്കെ സൗഖ്യമാക്കിയത് Jesus actually casted out all the demons പിതാവിന്റെ കൂടെ സഞ്ചരിച്ചത് കൊണ്ടത്രേ. because he was always walking with the Father. കാരണം അവിടെ പറഞ്ഞ ദൈവം അവനോട് കൂടെ ഇരുന്നു എന്ന്. God was with him. That's what is written in the scripture. അപ്പോൾ യേശുവിന്റെ ഹല്ലേലൂയ സിഗ്നൽ കണക്ഷൻ എന്തായിരുന്നു? പിതാവായിരുന്നു. Amen. Jesus's right signal was the Father himself. അതുപോലെ നമ്മൾ ഹല്ലേലൂയ പുത്രനായ യേശുവിനാൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ട് യേശുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഹല്ലേലൂയ ആ കൂട്ടായ്മയിലായിരുന്നാൽ മാത്രമേ നമ്മളിലൂടെ ഹല്ലേലൂയ അത് വെളിപ്പെട്ട് വരത്തുള്ളൂ അത്രേ. Because we have been redeemed by the Christ Jesus, we should have that fellowship with the Father through the Son and the Holy Spirit.